أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ اهدري لنا بهذا المحضر والتأتي بنظرة تأتي لنا بالظفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياج إليه. കഴിഞ്ഞ ആഴ്ചത്തെ ബുഖിയൻ്റെ ദർസിൽ സയ്യിദ്ന ഷേഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുത്ബുൽ മക്തൂം എന്ന സ്ഥാനത്തെത്തിയതിനെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. ഇന്ന് സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വയസ്സിനെക്കുറിച്ചും മഹാനവറുകൾ വഫാത്തായതിനെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. വസാഫറ ഷൈഖു ഇല സഹറ ബിനഫ്സിഹി മിൻ ബഅദി ദാ മിറാറ വഉംറു ഷൈഖിനൽ അലിയ്യി ഫദ്ല വമൻസിബൻ ഹവാ ബഹാഅൻ ഖഹല വഹീന മാത ഷൈഖുന തിജാനി മാത ഇമാമു അൽ ആരിഫുർ റബ്ബാനി. വസാഫറ ഷേഖു ഇല സഹറ, സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ യാത്ര ചെയ്തു. ഇല സഹറ, സഹറ എന്ന് പറഞ്ഞ മരുഭൂമിയിലേക്ക്, അതായത് അവിടുത്തെ നാടൊക്കെ മരുഭൂമിയിലാണല്ലോ, അങ്ങോട്ടേക്ക് അവർ യാത്ര ചെയ്തു. ബിനഫ്സിഹി, സ്വന്തമായിട്ട്, മിംബ അദിദ മിറാറ, അതായത് സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുത്ബുൽ മക്തൂം എന്നുള്ള സ്ഥാനമൊക്കെ അലങ്കരിച്ചതിന് ശേഷം മഹാനവറുകൾ പിന്നെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട് നിരവധി സമയം, നിരവധി തവണ. പക്ഷെ ഒറ്റയ്ക്കാണ് പോയത്, കുടുംബത്തിൻ്റെ കൂടെ ഒന്നല്ല. ഉംറു ഷെയ്ഖന അൽ അലിയ്യു ഫദ്ല വമൻസിബൻ ഹവാ ബഹാഅൻ ഖഹല. ഉംറു ഷെയ്ഖന, സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വയസ്സ്, അൽ അലിയ്യു ഫദ്ല വമൻസിബ, ഏറ്റവും ഉന്നതമായ സ്ഥാനവും മഹത്വവും ഒക്കെയുള്ള സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വയസ്സ്, ഹവാ ബഹാഅൻ ഖഹല, ഹവാ ബഹാഅൻ ഖഹല, അതിൻ്റെ അർത്ഥം പ്രൗഢി കരസ്ഥമാക്കിയ മധ്യവയസ്സായിരുന്നു. അത് ശരിക്കൊരു കോഡാണിത്. ശരിക്ക് അവിടെ ഉദ്ദേശിച്ചത് ഹവാ ബഹാഅൻ ഖഹല എന്ന് പറയുന്നത്, അതിൻ്റെ അബ്ജദ് കണക്ക് നോക്കിയാൽ പിന്നെ 80 വയസ്സ് കിട്ടും. ഹ വാവ് യ ബ ഓരോന്നിൻ്റെയും കണക്ക് നോക്കിയാൽ നമുക്ക് 80 വയസ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് 80 വയസ്സായിരുന്നു. അപ്പോൾ 80 എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹവാ ബഹാഅൻ ഖഹല. അവിടുന്ന് പ്രൗഢി കരസ്ഥമാക്കിയ മധ്യവയസ്കനായിരുന്നു എന്ന്. വഹീന മാത്ത, അതുപോലെ തന്നെ ഹീന മാത്ത ഷെയ്ഖുന തിജാനി, സയ്യിദ്ന ഷേഖ് അഹമ്മദ് തിജാനി തങ്ങൾ വഫാത്തായ സമയത്ത്, മാത്ത ഇമാമു ആരിഫ് റബ്ബാനി, മഹാനവറുകൾ വഫാത്തായ സമയത്ത് ആരിഫും, അള്ളാഹുവിൻ്റെ ആരിഫും റബ്ബാനിയായ ആരിഫും ഇമാമുമാണ് വഫാത്തായത്. അവിടെയും മാത്ത എന്ന വാക്ക് കഴിഞ്ഞിട്ടുള്ള ഇമാമു ആരിഫ് റബ്ബാനി എന്നതിൻ്റെ പിന്നെ അബ്ജദ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1230 കിട്ടും. അപ്പോൾ ഹിജറ വർഷം 1230 സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായത്. അപ്പോൾ എൻ്റെ കണക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം. മാത്തയും കൂടി കൂട്ടണം കേട്ടോ. മാത്ത ഇമാമു ആരിഫ് റബ്ബാനി എന്നുള്ളതിൻ്റെ അബ്ജദ് കണക്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലോരോ അക്ഷരത്തിൻ്റെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1230 കിട്ടും. അപ്പം അതിലും ഒരു രഹസ്യമുണ്ട്. മഹാനവറുകളെ അബ്ജദ് കണക്ക് മാത്ത ഇമാമു ആരിഫ് റബ്ബാനി നോക്കിക്കഴിഞ്ഞാൽ 1230 കിട്ടുമല്ലോ. അത് സയ്യിദ്ന ഷേഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഹത്വത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ്.
ഹവാ ബഹാ അൻ കഹല എന്ന വാക്യം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിത കാലയളവിലേക്കുള്ള ഒരു സൂചനയാണ്. അബ്ജദ് കണക്കനുസരിച്ച് അതിലെ അക്ഷരങ്ങളുടെ സംഖ്യ അദ്ദേഹത്തിൻ്റെ ആയുഷിൻ്റെ വർഷങ്ങളുടെ എണ്ണമാണ്. അതായത് 80 വർഷം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ജനിച്ചത് 1750 ഇതിനടുത്ത വരിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹം മരണപ്പെട്ടത് 1230 ഹിജ്റ വർഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇവിടെ പരാമർശിക്കപ്പെട്ട വർഷങ്ങൾ 80 ആയിരിക്കും. കവിതയിലെ മറ്റു പദങ്ങളുടെ അർത്ഥം വ്യക്തമാണ്. മാത്ത ഇമാം അൽ ആരിഫ് റബ്ബാനി എന്ന വാക്യം അദ്ദേഹത്തിൻ്റെ മരണവർഷത്തിലേക്കുള്ള സൂചനയാണ്. അതായത് അബ്ജദ് കണക്കനുസരിച്ച് 1230. അതിൻ്റെ രണ്ടിൻ്റെയും അബ്ജദ് കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹവാ ബഹ അൻ കഹല എന്ന് പറയുമ്പോൾ 80 കിട്ടും കൂട്ടിയാൽ. മാത്ത ഇമാമു ആരിഫ് റബ്ബാനി എന്ന് പറയുമ്പോൾ 1230 കിട്ടും. യഖൂൽ ബഹുമാനപ്പെട്ട അറബി ബിൻ സാഹിത്യങ്ങൾ പറയണം, ഒബാദ അനിസ്തൗതന സയ്യിദുന റളിയല്ലാഹു അൻഹു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ താമസം ഉറപ്പിച്ചപ്പോൾ വ്യാഹിലിഹി തൻ്റെ കുടുംബക്കാരോടൊത്ത് ഹദ്റത്തുൽ ഫാസിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ താമസം ഉറപ്പിച്ചപ്പോൾ ഉറപ്പിച്ചതിന് ശേഷം കുറച്ചു കാലം ഫാസിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ കുടുംബത്തോടൊപ്പം താമസമാക്കി. അതിനുശേഷം സാഫറ മിറാറൻ ബിനഫ്സിഹി ഫഖത്ത്, പിന്നെ മഹാനവറുകൾ യാത്ര ചെയ്തത് ഒറ്റക്കുള്ള യാത്ര മാത്രമായിരുന്നു. ഇപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഫാസിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഒറ്റക്ക് മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഫി ബിലാദി സഹറാവി, എങ്ങോട്ടാണ് യാത്ര ചെയ്തത്? പിന്നെ ഈ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ആ യാത്ര ഏതൊക്കെയായിരുന്നു യാത്ര? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫാസിൽ സ്ഥിരം താമസമാക്കിയതിനു ശേഷം 3 തവണ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ഇതിൽ ആദ്യത്തേത് ഹിജ്റ 1220 വർഷത്താണ്, അടുത്തായിരുന്നു. രണ്ടാമത്തേത് ഹിജ്റ 1224 പ്രശസ്ത മഹാപണ്ഡിതനായ സയ്യിദി മുഹമ്മദ് ബിൻ മശ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിയോഗത്തിന് ശേഷം മഹാനവറുകളുടെ ശിഷ്യം വഫാത്തായപ്പോൾ ഓരെ കാണാൻ വേണ്ടി പോയ അന്ന് അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഖബറിനരികിൽ നിൽക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഹിജ്റ വർഷം 1228, അതായത് അദ്ദേഹത്തിന് വഫാത്താവുന്നതിന് കൃത്യം 2 വർഷം മുമ്പ് മാത്രമായിരുന്നു. അപ്പോൾ ഈ 3 യാത്രകളാണ്. ഒരുപാട് തവണ മരുഭൂമിയിലേക്ക് പോയി എന്ന് പറയുമ്പോഴും പോയതാകെ 3 തവണയേ ഉള്ളൂ. അപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ യാത്രകളെന്ന് പരിശോധിച്ച് നോക്കൂ. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വീട് വിട്ടിറങ്ങിയത് പഠനത്തിന് വേണ്ടി മാത്രമാണ്, ഔലിയാക്കന്മാരെ തേടി അന്വേഷിച്ച് മാത്രമാണ്. വേറൊന്നിനും പ്രത്യേകിച്ച് യാത്ര ചെയ്തിട്ടില്ല. ഔലിയാക്കന്മാരിലേക്ക് യാത്ര ചെയ്തു, മക്കത്തേക്ക് പോയി, മദീനത്തേക്ക് പോയി, തിരിച്ചു വന്നു. പിന്നെ അവിടെ ഫാസിൽ താമസാക്കി. പിന്നെ അങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ഫാസിൽ താമസമാക്കിയതിന് ശേഷം കുടുംബസമേതം എവിടേക്കും പോയില്ല. പിന്നെ പോയത് ശിഷ്യന് വഫാത്തായപ്പോൾ ഓരെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം പോയി, പിന്നെ 2 പ്രാവശ്യം പോയി. അത്ര അതൊറ്റക്ക്. വേറൊരു യാത്രയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുക, നമ്മൾ ശൈഖന്മാരെ ശൈഖുൽ തങ്ങളെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ കാണുന്നത്. മഹാനുകൾ ഒരുപാട് യാത്ര ചെയ്യുന്ന നമുക്ക് കാണാറില്ലല്ലോ. മക്കത്തേക്കും മദീനത്തേക്കും ഓരോ ശൈഖന്മാരെ കാണാനും അല്ലാതെ വേറെ എവിടേക്കും പോകുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അതിലൊക്കെ ഒരു രഹസ്യമുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾ അള്ളാഹനെ അറിഞ്ഞവർ, അള്ളാഹുവിൽ സ്ഥിരപ്രതിഷ്ഠിത അവസ്ഥ നേടിയവർ ഒരുപാട് യാത്ര ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കാണലില്ല. യാത്ര അവർക്കൊരു ന്യൂനതയായിട്ടാണ് അവർ മനസ്സിലാക്കരുത്. കൂടുതലും ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാനാണ് ശ്രമിക്കുക. അവരെ അള്ളാഹു വെച്ചൊരു സ്ഥലം ഉണ്ടാവും, അതിലവർ നിലയുറപ്പിക്കുക. അവിടെ അള്ളാഹുവിൻ്റെ ബോധ്യത്തിലായി ദീനിൻ്റെ ഖിദ്മത്തിലായി അവർ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലെയുള്ള ആളുകൾ പല സ്ഥലത്തും യാത്ര പോയിട്ടുണ്ട്. പക്ഷേ ആ യാത്ര പോയതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവിടത്തേക്ക് കൽപ്പന ലഭിച്ചുകൊണ്ട് മാത്രമാണ്. നൈജീരിയയിലേക്ക് അവിടുത്തെ നൈജീരിയയിലേക്ക് ഉള്ള രാജാവ് അവരെ ക്ഷണിച്ചിട്ട് പോലും അവർ പോയിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആണ് മഹാനവറുകൾ പോയത്. അപ്പോൾ ആ പോയതിൻ്റെ കാരണം അതുവരെ സമ്മതം കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവരുടെയൊക്കെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പോകുന്ന യാത്രകളല്ല. അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സമ്മതം കിട്ടിയോണ്ടും പ്രചോദനം കിട്ടിയോണ്ട് മാത്രം പോകുന്നതാണ്. ഇപ്പോൾ യാത്രകൾ അള്ളാഹുൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ചുരുക്കലാണ് യഥാർത്ഥത്തിൽ അവർക്ക് കൂടുതൽ നല്ലത്.
എന്നതിലും കൂടി ഈ വിഷയത്തിൽ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ സാഫർ മിറാൻ ബിൽ നഫ്സിഹി ഫഖത്ത് ഇല ബിലാദി സഹറാവിയ, മരുഭൂമിയിലേക്ക് കുറഞ്ഞ പ്രാവശ്യം മഹാനുകൾ യാത്ര ചെയ്തിട്ടുണ്ട്, അതല്ലാതെ വേറെ യാത്ര ചെയ്തിട്ടില്ല. വലം യൻതഖിൽ ബഅദ ദാലിക്, അതിനുശേഷം മഹാനുകൾ അവിടുന്ന് പോയിട്ടില്ല, അൻഹ, ആ നാട്ടിൽ നിന്ന് പോയിട്ടില്ല, ഇല ഐരിഹാമിൽ അംസാർ, മറ്റൊരു നാട്ടിലേക്ക് മഹാനവറുകൾ പോയിട്ടില്ല. ലിമാ ഹയ്യ അള്ളാഹു തആല, കാരണം മഹാനവറുകൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ച സ്ഥലം ആയിരുന്നു അത്. അതായത് ഫാസ് എന്ന് പറയുന്നത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്ഥലമായിരുന്നു. വഹസ്സഹ ബിഹി മിനസനൽ ഫദ്ലി വൽ ഫഹാർ ബിമദ്ഫനിഹി മിൻഹ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? മഹാനവറുകളെ ഖബറെടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കി വെച്ചൊരു സ്ഥലമായിരുന്നു അത്. ബിദാവിയത്തിൽ മുബാറക്, എവിടെയാണ് മഹാനവറുകൾ മഖബറ കിടക്കുന്നത്? അവിടുത്തെ ദാവിയൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഷഹീറ അൽ ബറക്കാത്തുൽ അസ്റാർ, ഷഹീറത്തുൽ ബറക്കാത്ത് വൽ അസ്റാർ, ബറക്കത്തിൻ്റെയും ബറക്കത്തുകളും രഹസ്യങ്ങളൊക്കെ ഒരുപാട്, അതുകൊണ്ടൊക്കെ പ്രശസ്തമായിട്ടുള്ള, അതുകൊണ്ട് ഒരിക്കലും ഒരു കൗലിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറയുമായിരുന്നല്ലോ, ഈ ജാവിയുടെ മഹത്വങ്ങാനും നിങ്ങൾ അറിയായിരുന്നെങ്കിൽ ദൂരം ദേശത്ത് നിങ്ങൾ മുട്ടി കഴിഞ്ഞിട്ടെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയായിരുന്നു. ഒരു ഹദീസ്, ഒരു വാക്കുണ്ടല്ലോ അവരെ. അത് ആ ഒരു പവിത്രമായ ബർക്കത്തേറിയ അസ്റാറുകൾ കൊണ്ട് നിറഞ്ഞ പ്രശസ്തമായ ജാവിയയിൽ മറവിടാൻ വേണ്ടി കസീറത്തുൽ ഖൈറാത്ത് ആസാത്തിയത്തുൽ അൻവാർ, ഒരുപാട് ഹൈറത്ത് നന്മകൾ നിറഞ്ഞ, ഒരുപാട് പ്രകാശങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ആ ഒരു ജാവിയയിൽ മഹാനവറുകൾ വഫാത്താവുകയും അവിടെ വഫാത്തായതിനു ശേഷം മറവാടണം എന്ന് അള്ളാഹു തീരുമാനിച്ചതുകൊണ്ടാണ് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ അവിടെ നിന്ന് യാത്ര അധികം പോകാതിരുന്നത്. എന്നാൽ വദാലിക ബഅദ അൻ അസ്മന ഇന്തിഖാൽ അൻഹ, എന്നാൽ മഹാനവറുകൾ അവിടെ നിൽക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഫാസിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഇടക്ക് മാത്രമേ പോയിട്ടുള്ളൂ നമ്മൾ പറഞ്ഞു. ആ പോയതല്ലാതെ വേറെ ഇങ്ങോട്ട് യാത്ര ചെയ്തില്ല, ഫാസിൽ തന്നെ നിലയുറപ്പിച്ചതാണെന്നും പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം എന്താണ്? ദാലിക ബഅദ അൻ അസ്മ ഇന്തിഖാൽ അൻഹ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുന്ന് ഒരിക്കൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അസ്മഅല ഇർതിഹാൽ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉറപ്പിച്ചു അവിടുന്ന് ഫാസിൽ നിന്ന് യാത്ര ചെയ്യണമെന്ന്. ഇലാ ഖുത്രി ഷാമി, ഷാമിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്യണമെന്ന് മഹാനവറുകൾ തീരുമാനിച്ചു. ബിജമീഅ മാ മഅഹു, ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യണത്, എല്ലാ കുടുംബക്കാരെയും കൂട്ടിയിട്ട്, അവരുടെ കൂടെയുള്ള ആളുകളെ, ഫിയാഹലി വൽ അയാൽ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ കുടുംബക്കാരെയും അതുപോലെ തന്നെ അവിടുത്തെ ആശ്രിതരെയും ഒക്കെ കൂട്ടിക്കൊണ്ട്, അവിടുത്തെ ആ കുടുംബവും ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, എല്ലാവരും കൂട്ടിക്കൊണ്ട് ഷാമിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്യാൻ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ തീരുമാനിച്ചു. എന്തിനാ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്? ലിമാ വറദ ഫി ഫദ്ലി ദാലിക്കൽ ഖുത്ർ, ആ നാടിൻ്റെ മഹത്വത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കേട്ടതുകൊണ്ട്. മിൻ ഫദ്ലി അൻ സയ്യിദുൽ അംബിയായി വൽ അർസാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറഫ കറമ, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ഷാമിനെ മഹത്വപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതായത് സിറിയനെ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ അവർ മഹത്വപ്പെട്ട നാടാണല്ലോ എന്ന് കരുതിയിട്ട് വിശ്വാസങ്ങൾ അതിന് മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തീരുമാനിച്ചു. വിശ്വാസങ്ങൾ മഹത്വം പറഞ്ഞതുകൊണ്ട് എത്രത്തോളം സൂക്ഷ്മത കാണിക്കുന്നുണ്ടെന്ന് നോക്കൂ. ഒരു നാടിന് മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി ജീവിക്കാം, വിശ്വാസങ്ങൾ പറഞ്ഞ നാടല്ലേ എന്ന് വിചാരിക്കണം. അതിന് നാട്ടുകാരെല്ലാം, കുടുംബക്കാരൻ അടുത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ട് നാട്ടുകാരെല്ലാവരും ഒഴിവാക്കി, ഹ്വാനിങ്ങളൊക്കെ ഒഴിവാക്കി പോവാണ് അങ്ങോട്ട്. അങ്ങനെ തീരുമാനിച്ചു, പോയില്ല, പക്ഷെ തീരുമാനിച്ചു. ഫബൈനമാ ഹുവ റളിയല്ലാഹു അൻഹു ഖദ് അഹബത സഫരിഹി, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ യാത്രക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ തുടങ്ങി. ബിശദ്ദി റിഹാലത്തി വല്ലഖ്താബി, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ തൻ്റെ സാമഗ്രികളൊക്കെ ഒരുക്കി, വാഹനത്തിൻ്റെ മുകളിൽ കയറ്റി പെട്ടികളൊക്കെ റെഡിയാക്കി, അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. വലം യബ്കാലഹു ഇല്ലൽ ഖുറൂജ്, അങ്ങനെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഇനി പോല് മാത്രമേ ബാക്കിയുള്ളൂ.
ലി മുവാദഅതി അഹ്ബാബിഹി അസ്ഹാബി, തൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളോടും തൻ്റെ മുരീദന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് പോവാന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഷെഹുല്ലൈ തങ്ങളൊക്കെ യാത്രാ സംഘമൊക്കെ വരുന്ന സമയത്ത് അവർ മദീനബയിലേക്ക് വരുന്നതും പോകുന്നതൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതായത് ഇങ്ങനെ അവരിങ്ങനെ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിമ കയറ്റി ഷെയ്ഖ് എല്ലാവരെയും സ്ഥലത്ത് ഇരുത്തി പിന്നെ എല്ലാവരും നോക്കി ഇനി ലാസ്റ്റ് ഷെയ്ഖ് ഒന്നിങ്ങനെ യാത്ര പറയുന്നൊരവസ്ഥ ഉണ്ടാവും. എല്ലാവരോടും ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പോവാണെന്ന് പറയുന്ന ദുആ ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടാവും. അതുമാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ യാത്രകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലെ സയ്യിദുനാ ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വാഹനത്തിൻ്റെ അന്നത്തെ വാഹനം മൃഗങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം അതിൻ്റെ മുകളിലൊക്കെ കയറ്റി ആളുകളൊക്കെ സെറ്റാക്കി യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുക. ഇനി യാത്ര പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ഘട്ടം വരെ എത്തി. ഇനി ആ യാത്ര പറയുന്നതിന് മുമ്പുള്ള യാത്ര പറയുകയാണല്ലോ ഈ മുരീദന്മാരോടൊക്കെ. അപ്പോൾ ആ മുരീദന്മാരുടെ ഒരു ആത്മീയമായ അവസ്ഥയും ആ ഒരു സമയത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങളുമാണ് ഇനി അടുത്ത് പറയുന്നത്. യാത്ര പറയാൻ ആരോടാ യാത്ര പറയാൻ പോകുന്നത്? ആ മുരീദന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? വഖദ് നസല ബിഹിം, ആ മുരീദന്മാരിലേക്ക് വന്നു പെട്ടിരുന്നു മിനൽ ഹൈറത്തി വന്നഖദ്, ഭയങ്കരമായൊരു ഹൈറത്ത്, ഒരു ഞെട്ടിക്കുന്നൊരവസ്ഥ, അവരെ കുഴപ്പിക്കുന്നൊരവസ്ഥ അവരിലേക്ക് വന്നു ചേർന്നിരുന്നു. വന്നഖദ്, ഭയങ്കരമായ സങ്കടവും. ഇപ്പോൾ ഷെയ്ഖ് ഇത്രയും കാലം നമ്മളെ കൂടെ ജീവിച്ച് ഷെയ്ഖ് നമ്മളെ അടുത്ത് നിന്ന് വിട്ടു പോവാണ്, വേറെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ആളുകൾക്കൊക്കെ ഭയങ്കരമായ സങ്കടം. എത്രത്തോളം സങ്കടം എന്നാൽ മാ യുദ്ഹിലുൽ വാലിദു അൻ വലദി, പിന്നെ എത്രത്തോളം സങ്കടം എന്ന് പറഞ്ഞാൽ അവിടെ ചില വാപ്പന്മാർക്ക് മക്കളെ പോലും മറന്നു പോകുന്ന രൂപത്തിലുള്ള സങ്കടം. അവർക്ക് മക്കളെ ഓർമ്മയില്ല. ആ രൂപത്തിൽ അവർ സങ്കടപ്പെടാൻ തുടങ്ങി. ഹത്താ ഖാദത്ത് അൻ തതഫത്തത അഖബാദുഹും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ കരളുകൾ പിന്നെ പൊട്ടിത്തെറിക്കുന്ന പോലെ ആയിത്തീർന്നു. അതായത് അവർക്ക് സഹിക്കാൻ പറ്റാതെ അവരുടെ കരൾ പൊട്ടിപ്പോകുന്ന പോലെ തോന്നി. ഫതൻസദിഅ അഫ്ഇദതുഹും, അതുപോലെ ഒരു ഹൃദയം പിളർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി. വതദൂബു അജ്സാദുഹും, അതുപോലെ അവരുടെ ശരീരം ഇങ്ങനെ ഉരുകി തീർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെ വേദന, ഷെയ്ഖ് പോവുകയാണല്ലോ എന്നുള്ളതിൻ്റെ വേദന അവർക്ക് താങ്ങാൻ കഴിയാതെ, പിന്നെ അവർക്ക് ആ സങ്കടം താങ്ങാൻ കഴിയാതെ അവർ മക്കളെ പോലും മറന്നുപോയി. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഹൃദയവും കരളും ഒക്കെ ഇല്ലാണ്ടായി പോവോ, അതിപ്പോൾ ഞാനിങ്ങനെ മരിച്ചു പോകുമോ എന്നൊക്കെ അവർക്ക് തോന്നിപ്പോയി. മാ ബൈന മുസഈദുൻ ലിമുതറാദിഫ് സഫറാത്തിഹി, അതിൽ ചില കൂട്ടര ആൾക്കാരുണ്ടായിരുന്നു. അവരിങ്ങനെ പിന്നെ നിരന്തരം ഇങ്ങനെ നെടുവീർപ്പിടുന്ന അവസ്ഥയിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതായത് ഇങ്ങനൊരു സങ്കടം താങ്ങാൻ കഴിയാതെ ഇങ്ങനെ നെടുവീർപ്പിടൂലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ, അവർ നെടുവീർപ്പിടുന്ന അവസ്ഥ, ഇങ്ങനെ നിരന്തരം നെടുവീർപ്പിടുന്ന അവസ്ഥയിൽ നമുക്ക് ചില ആൾക്കാരെ കാണായിരുന്നു, ചില മുരീദന്മാരെ. മുസ്ബിലൻ ലിവാഖിഫി അബാറാത്തിഹി, എന്നാൽ ചിലരുണ്ട് അതിൽ അവരിങ്ങനെ അവരുടെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ചില മുരീദന്മാർ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. മുതഅസ്സിറുൻ ഫി അദിയാലിഹി, എന്നാൽ ചില ആൾക്കാരുണ്ടായിരുന്നു അവരവരുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വസ്ത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് വീണു പോകുന്നൊരവസ്ഥയൊക്കെ. അതായത് അവർക്ക് എവിടെ ചവിട്ടേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പിന്നെ ഡ്രസ്സിൻ്റെ ഭാഗം എവിടെയാണ് ചവിട്ടേണ്ടതെന്ന് മനസ്സിലായില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ ഡ്രസ്സ് നോക്കിയാലോ അങ്ങനെ ഗൗണ് പോലത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ ശ്രദ്ധിച്ചിട്ടാണല്ലോ നടക്കുക. അതേസമയം അത് ശ്രദ്ധിക്കാതെ നടക്കുമ്പോൾ അവരെ ഗൗണിൻ്റെ മുകളിലൊക്കെ ചവിട്ടിയിട്ട് അവരെന്നെ വീണുപോലെ. അപ്പോൾ അവിടെയും പുരുഷന്മാർ അങ്ങനത്തെ പോലത്തെ ഡ്രസ്സാണ് ഇടല്. അപ്പോൾ ബോധത്തിലല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ചവിട്ടിപ്പോയിട്ട് അവരെന്നെ വീണു പോകും. അപ്പോൾ അത്രത്തോളം അവർക്ക് സ്വഭാവം നഷ്ടപ്പെട്ടു പോവുക. ചില ആൾക്കാർക്ക് അവിടെ ഇങ്ങനെ അവരെ ഡ്രസ്സിൻ്റെ മുകളിൽ ചവിട്ടി വീണു പോവുകയാണ്. ലിമാ അറാഹു മിൻ തബൽബുലു ബാലിഹി, അവർ ഹൃദയത്തിൽ അനുഭവപ്പെട്ട ഈ ഒരു അവസ്ഥ കൊണ്ട് അവരാ വസ്ത്രത്തിൻ്റെ മുകളിലൊക്കെ
പിന്നെ ചവിട്ടി വീണ് പോകുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടായിത്തീർന്നു. എന്നാൽ ചിലരുണ്ട് വൽ മുൻഹരി ലിസാൻ, ചിലരുടെ നാവ് അടങ്ങിപ്പോയി, ഒന്നും ഉണ്ടാൻ പറ്റുന്നില്ല. അവർക്ക് നാവിൻ്റെ മുകളിലൊന്നും കിട്ടുന്നില്ല, നാവിന് ഒച്ച വരുന്നില്ല. കണ്ടല്ലോ ചില ആൾക്കാർ ഇങ്ങനെ കരഞ്ഞ് വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നാവിങ്ങനെ നനങ്ങാൻ പറ്റാത്ത ഇരിക്കുന്ന ഒരു ഘട്ടമുണ്ടാവുമല്ലോ. സംസാരിക്കാൻ പറ്റാതെ നാവൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട പോലെ തോന്നുന്ന ആളുകളായി ചില ആൾക്കാർ. എന്നാൽ ചിലർ മുന്തഹിലുൽ അഖ്ൽ, ചിലർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയി. എന്താ ശൈഖ് അവറുകൾ വഫാത്തായതെന്നല്ല, ശൈഖ് അവറുകൾ അവിടെ വിട്ടു പോവുക എന്നുള്ളതുകൊണ്ട് ചിലർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു പോയി. ഭ്രാന്തന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി. കാന്നഹു മിൻ ദുഹൂലിഹി സക്റാൻ ഔ വസ്നാൻ, ഏതുപോലെ തന്നെ ചിലർ അവർക്ക് അതിൻ്റെ ഈ ഒരു ശൈഖ് പോവുകയാണെന്നുള്ള ഷോക്കുണ്ടല്ലോ, അത് താങ്ങാൻ കഴിയാതെ അവരിങ്ങനെ ഭ്രാന്തന്മാരെ പോലെ, കള്ളുടിയന്മാരെ പോലെ, ഉറക്കു തൂങ്ങിയ ആൾക്കാരെ പോലെ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങി. ആൾക്കാർക്ക് സ്വബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പെരുമാറാൻ തുടങ്ങി. ഒമിൻ മുത്തറദ്ദിൻ, അതിൽ ചില കൂട്ടരുണ്ട് അവരിങ്ങനെ മുത്തറദ്ദിൻ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ആൾക്കാർ. മിൻ തുറഫി തിൽക്കൽ അജിഫത്തി ആയിരം മക്തറസിൻ, അവരിങ്ങനെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്, ആരെയും മൈൻഡ് ചെയ്യാതെ. എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, സുഖം അനുഭവിക്കുന്നുണ്ടോ, ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇല്ലേ ഒന്നും അറിയാതെ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിലൂടെ ഓടി നടക്കുന്ന ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾ അവരെ പിരിഞ്ഞു പോകാന്നുള്ള ആ വേദന അവർക്ക് സഹിക്കാൻ കഴിയാത്ത അവരെ അവസ്ഥ എങ്ങനെയായിരുന്നു. വമിൻ മഖഅദിൻ, അതുപോലെ തന്നെ ആ കൂട്ടരിലുണ്ടായിരുന്നു വമിൻ മഖഅദിൻ, ഇരുന്നു പോയവർ. ബിഫിനാ ഇദാരിഹി, വീട്ടിലെ ഇരിപ്പിടത്തിൽ ഇരുന്നു പോയവർ. ലം യസ്തതിഉ നുഹൂദ മിൻ ഖറാരിഹി, എഴുന്നേൽക്കാൻ പറ്റാതെ, ഈ വാർത്ത കേട്ട് ശൈഖ് പോവുകയാണെന്നല്ലോ എന്ന വാർത്ത കേട്ടിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ ആ ഇരിപ്പിടത്തിൽ തന്നെ അങ്ങനെ സ്റ്റക്കായി ഇരുന്നു പോയ ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ. അപ്പം ഇങ്ങനൊക്കെ ഇത് ആ ശൈഖ് അവറുകൾ യാത്ര ഷാമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ മുരിദന്മാർക്കുണ്ടായ ഒരവസ്ഥകൾ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ ശൈഖുൽ തങ്ങളൊക്കെ യാത്ര പോയി ചെയ്യുന്ന സമയത്തും അവിടെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഒരുങ്ങി ശൈഖ് പിന്നെ ഒരുപാട് പോയി ഇങ്ങോട്ട് വരുമെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ഒരു സെനഗലിലേക്ക് പോവുകയാണ്, ഉംറയ്ക്ക് പോവുകയാണ്, ശൈഖ് പറയുമ്പോഴും ആ ചെറിയ യാത്രയിൽ വരെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റാറുണ്ട്. ശൈഖ് തിരിച്ചു വന്നാൽ അവരെ സന്തോഷം, ഒരു ദിവസം പോയി വന്നാണെങ്കിലും അവർക്ക് സന്തോഷവും അത്രയും ആഴത്തിലേറെ ഉള്ള സന്തോഷമാണ്. നമ്മൾ തിരെ ഒരുപാട് നാളത്തോളമായി കാണാത്ത ഒരു കുട്ടീനെ തിരിച്ചു കിട്ടിയാൽ ഒരു ഉമ്മക്കൊക്കെ ഉണ്ടാകുന്ന സന്തോഷമല്ല, അതിനേക്കാളും വലിയ സന്തോഷം. ഇപ്പോൾ ഇത് മശായിഖന്മാരോടുള്ള മഹബത്തിൻ്റെ തെളിവാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്നുള്ള രീതിയായിരിക്കും നമ്മളെ. ഇതാണ് ശരിക്കും മശായിഖന്മാരോടുള്ള സ്നേഹം. ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മുരീദായിട്ടില്ല. വയർത്തഖിബൂന തൗദിഅഹു, അവരൊക്കെ ശൈഖ് ഇനിയിപ്പോൾ അവരോട് യാത്ര പറയും, വേറൊന്നും ഇനി ബാക്കിയില്ല, ആ ഒരവസ്ഥയിലാണ് ഉള്ളത്. അല്ലദീ ഹുവ ഫി ഹഖീഖത്തി തൗദിഅഹു അർവാഹിഹിം, യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ യാത്ര പറച്ചൽ എന്ന് പറയുന്നത് ശൈഖ് അവരോട് യാത്ര പറയുമ്പോൾ അവരുടെ റൂഹ് യാത്ര പറയുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. വതശീഅഹു അല്ലദീ ഹുവ തശീഉ മാദത ഹയാത്തി അശ്ബാഇഹിം, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾ അവരുടെ അടുത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നത് അവരുടെ ശരീരങ്ങൾക്ക് എന്ത് ജീവനാണോ ഉണ്ടായിരുന്നത്, ആ ജീവൻ അവരുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ കടന്നു പോകുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ആ ഒരു ഫീലിംഗ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്, ജീവൻ പോണ പോലത്തെ ഒരു പ്രതീതി. ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അശ്റഖ അലൈഹിം നൂറ ഉർറതിഹി വതല അലൈഹിം ബഹാ മുഹയ്യാത്തുൽ ഖദീം വസന തലഅതിഹി,
ആ സമയത്താണ് സയ്യിദുനാ ശൈഖുൽ തങ്ങളുടെ പവിത്രമായ സുന്ദരമായ ഏറ്റവും പ്രൗഢി നിറഞ്ഞ ഉന്നതമായ പ്രകാശിതമായ ആ ഒരു മുഖം അവരുടെ മുമ്പിലേക്ക് വെളിവാവുന്നത്. ഫബശ്ശറഹും, എന്നിട്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ബിമാ ഹുവ ഷിഫാഉം ബിമാ ദഹാഹും, എങ്ങനത്തെ സന്തോഷ വാർത്തയാണെന്നറിയോ? അത് അവരെ പിടികൂടിയ അസുഖത്തിനുള്ള ഒരു മരുന്നായിട്ടുള്ള സന്തോഷ വാർത്ത. വത്തറിയാ കുലിമാ ഒറാഹും, അവർക്ക് പിടികൂടിയ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസത്തിൻ്റെ ഒരു മറുമരുന്നായിട്ട് ഉള്ള ഒരു സന്തോഷ വാർത്ത. വഅഖ്ബറഹും, അവർക്ക് അറിയിച്ചു കൊടുത്തു. ബിമാന ഫഹബി ഫിഹി ബിഹി മിൻ റമീമി അഹ്വാലിഹിം, അവരുടെ ദ്രവിച്ചുപോയ അവസ്ഥകൾക്ക് റൂഹുൽ ഹയാത്ത്, പുതുതായ ജീവൻ നൽകുന്ന ഒരു വാർത്ത അവർക്ക് അറിയിച്ചു കൊടുത്തു. അപ്പോൾ അവരിങ്ങനെ ആകെ ദ്രവിച്ചില്ലാതായി നിൽക്കുന്നൊരു ഘട്ടത്തിൽ അവർക്ക് പുതുജീവൻ നൽകുന്ന ഒരു വാർത്ത അവർക്ക് കൊടുത്തു. ഹനി അം ഫി ഹാലിഹിം ആലിഹിം, അവരുടെ ജീവിതത്തിലും അവരുടെ അവസാനത്തിനെയും ഒക്കെ ജീവസുറ്റാക്കുന്ന ഒരു വാർത്ത അവർക്ക് സയ്യിദുനാ ശൈഖുൽ തങ്ങൾ അറിയിച്ചു കൊടുത്തു. വദാലിക, എന്താ വാർത്ത? ദാലിക ബി അന്ന ഖാല ലഹും, അത് അവരോട് പറഞ്ഞു കൊടുത്തതാണ് സയ്യിദുനാ ശൈഖുൽ തങ്ങൾ റളിയല്ലാഹു അൻഹു. ഇന്ന ഔലിയാ മഅരിബിൽ ഔലിയാക്കന്മാർ അബൂ അൻ യഫ്ഖിദു മിൻ ബൈന ലഹ്റാനൈഹിം, മഹാനവറുകളുടെ ബാഹ്യമായ സാന്നിധ്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല. അതായത് മഗ്രിബിൽ ഔലിയാക്കന്മാർ സയ്യിദുനാ ശൈഖുൽ തങ്ങളുടെ സാന്നിധ്യം അവരുടെ അടുത്ത് നിന്ന് പോകുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. വനൂറഹു വസനാഹു, മഹാനവറുകളുടെ പ്രകാശവും അത്യുന്നതമായ അവസ്ഥകളും അടങ്ങുന്ന ആ ശരീരം അവരുടെ നിന്ന് വിട്ടുപോകുന്നത് അവർക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല മഗ്രിബിൽ ഔലിയാക്കന്മാർക്ക്. അപ്പോൾ തലബു, അതുകൊണ്ട് അവർ തേടി മിൻ ഹദ്റത്ത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട്. വറൈബു ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. ഫി ബഖാഇ വജൂദിൽ ഐനിയ വശഹസിഹിൽ മഷ്ഹൂദി ബൈനിൽ അഗ്വാർ, സയ്യിദുനാ ശൈഖുൽ തങ്ങളുടെ പവിത്രമായ ശരീരം അവരെ മുമ്പിൽ എന്നുണ്ടാവണം, അവരെ വിട്ടുപോകരുത് എന്ന് നിങ്ങളൊന്ന് സയ്യിദുനാ ശൈഖുൽ തങ്ങളോട് പറയണം എന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞു. മിൻ ഖുത്രത്തി മുബാറക് വനുജൂദ്, അതായത് ഈ നാടിൻ്റെ തായ്വരകളിലും ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സയ്യിദുനാ ശൈഖുൽ തങ്ങൾ എപ്പോഴും ഉണ്ടാവണം, ഇവിടെ വിട്ടു പോകരുതേ എന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റെക്കമെൻഡേഷൻ ചോദിച്ചു. എന്നാൽ എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഹുവ മുറബ്ബീഹി, സയ്യിദുനാ ശൈഖുൽ തങ്ങളുടെ മുറബ്ബി റസൂലുള്ളാഹികളാണ്. വഖഫീലു, അവിടുത്തെ ഏറ്റെടുത്ത ആളും റസൂലുള്ളാഹികളാണ്. വൈലേഹി യസ്തനിദു, എല്ലാ കാര്യത്തിനും സയ്യിദുനാ ശൈഖുൽ തങ്ങൾ മടങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ബി അമ്മിൻ അംരിഹി, അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും. കസീറൻ ഔ ഖലീലുഹു, കസീറുഹു വ ഖലീലുഹു, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും സയ്യിദുനാ ശൈഖുൽ തങ്ങൾ മടങ്ങുന്നത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഔലിയാക്കന്മാർ റസൂലുള്ളാഹികളോട് ശുപാർശ ചെയ്തു, നിങ്ങൾ ഇവരോടൊന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറയണം എന്ന് പറഞ്ഞു. കാരണം ഒന്നാമത്തത്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സയ്യിദുനാ ശൈഖുൽ തങ്ങൾ ഇതിനൊക്കെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയതിന് ശേഷമാണ് ഇത് പറയാൻ പോകുന്നത്. അല്ലാതെ ആദ്യം ഇങ്ങനെ തോന്നലുണ്ടായി പിന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലോ. യാത്രാ സംഘങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി എന്നിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ സയ്യിദുനാ ശൈഖുൽ തങ്ങൾ ഇവിടുന്ന് വിട്ടു പോകരുത് എന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞു. ഫാജാഹുവും സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തു. ലിമത്തുലബിഹിം, അവരുടെ തേട്ടത്തിന്. വഅസ്അഫഹും, എന്നിട്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു. വിമർ അബിഹിം, അവരുടെ ആഗ്രഹത്തിനെ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഫാദിൻ ലഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മഖാം, എന്നിട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് റസൂലുള്ളാഹികൾ സമ്മതം നൽകി അവിടെ തന്നെ നിൽക്കാൻ. വാദമ തർഹാൽ,
അവിടുന്ന് യാത്ര ചെയ്യുന്നതിനെ തടയുകയും ചെയ്തു. ഫലം യുംകിനുഹുഇല്ല ഇൻഖിയാദ് വൽ ഇംതിസാൽ. അവിടെ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കലല്ലാതെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ എന്തിനാണ് ഷാമിലേക്ക് പുറപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷാമിൽ കുറേ മഹത്വങ്ങളുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. സ്വന്തമായ താല്പര്യത്തിനല്ല. കുടുംബത്തിനെയും ആശ്രിതരെയൊക്കെ കൂട്ടി പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പോവാണ്. പോകുമ്പോഴാണ് ലാസ്റ്റ് ഘട്ടെത്തിയപ്പോൾ ഞാൻ പോകണില്ല എന്ന് പറയുന്നത്. എന്തിനാണ് പോകുന്നില്ല എന്ന് പറയണത്? പിന്നെ അവിടുത്തെ ഔലിയാക്കന്മാരെല്ലാവരും, ആ മഗ്രിബിലുള്ള ഔലിയാക്കന്മാരെല്ലാവരും സുഹാസങ്ങളോട് റെക്കമെൻഡ് ചെയ്തു, ഓരോന്നും ഇവിടെ നിൽക്കി, നമ്മുടെ നാട്ടിൽ നിൽക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ മഹത്വത്രാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ തെളിവെന്താ വേണ്ടത്? കാരണം ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഫേക്ക് ചെയ്യാണെങ്കിൽ ആദ്യം ഇതൊക്കെ ചെയ്യാതെ ചെയ്യാതിരുന്ന പോലെ. ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് പിന്നെ വേണ്ടാന്ന് ആരെങ്കിലും പറയോ? ഫൈൻ ദദാലിക്ക, ഈ ഒരു ഘട്ടത്തിലാണ് കറത്ത് ബി ഫി ഹദറത്തിൽ ഫാസിയത്തിൽ മുബാറക്കത്തദ്ദാർ, ആ ഫാസ് നഗരം അവിടുത്തെ വഫാത്ത് വരെ അവിടുന്ന് ആ നഗരത്തെ അവിടുത്തെ വീടാക്കിയത്. അൽക്കായതി അസാഹു തസിയാർ, അവിടുന്ന് യാത്രയുടെ വടി അവിടെ മാറ്റി വെച്ചത്, അതായത് പോവാതിരുന്നത്. വസാലാൻ ജമിയ സ്ഹാബിൽ ഖുറാം മഖാന ഖദർ റബ്ബ ഓഹും ബൈനൽ അനാം, അവർക്ക് അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാരെ പേടിപ്പിച്ചിരുന്ന ആ ഒരു കാര്യത്തെ നീങ്ങിപ്പോവാനും ഇത് കാരണമായി. അത് ഒരു പേടിച്ചിരുന്നു സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി ഈ പറഞ്ഞതുകൊണ്ട് ആ പേടി മാറുകയും ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കിതാബ് കാണാം. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഷാമിലേക്ക് താമസം മാറുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതനും ആരിഫ് ബില്ലാഹിയുമായ സയ്യിദി മുഹമ്മദ് ബിൻ യഹ്യ ബലാമീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുറിപ്പിൽ ഗ്രന്ഥകർത്താവായ അല്ലാമ സയ്യിദി മുഹമ്മദ് അറബി ബിൻ ഷാഹിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഷാമിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചുറപ്പിക്കുകയും വാഹനങ്ങൾ സജ്ജനമാക്കുകയും ചെയ്തപ്പോൾ ഇനി പുറപ്പെടുക എന്നത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മൃഗങ്ങളുടെ പുറത്ത് ഭാരങ്ങൾ കയറ്റാൻ ജോലിക്കാരോട് കൽപ്പിക്കാനായി അദ്ദേഹം പുറത്തേക്ക് വരുന്നതും കാത്ത് ആളുകൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർക്കിടയിൽ ആരാണ് പകരക്കാരനായി ബാക്കിയുണ്ടാവുക എന്നതിനെക്കുറിച്ച് അവർ അദ്ദേഹത്തോട് എത്രത്തോളം സംസാരിച്ചു പറഞ്ഞാൽ, ഇനിയിപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പോയി കഴിഞ്ഞാൽ ആരായിരിക്കും അവിടെ ഇപ്പം ബയ്യത്ത് കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആരായിരിക്കും ഉണ്ടാവുക എന്ന് പോലും ആളുകൾ ചോദിച്ചു. അത്രത്തോളം അതിന് കാത്തു നിൽക്കുക. ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, സയ്യിദി അബ്ദുൽ വാഹിദ് ബൂഗാലിബിനെ നാം പകരക്കാരനാക്കുന്നു, അദ്ദേഹം എനിക്ക് പകരം ഒരു മുഖദ്ദമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സയ്യിദി അബ്ദുൽ വാഹിദ് ബൂഗാലിബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരിതന്മാരുടെ കൂട്ടത്തിൽ. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പോയപ്പോൾ ഓരോ പകരക്കാരനായിട്ട് അവിടെ മുഖദ്ദമായി നിശ്ചയിക്കുന്ന സയ്യിദി അബ്ദുൽ വാഹിദ് ബൂഗാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അപ്പോൾ ഷെയ്ഖിൻ്റെ എല്ലാ അനുചരന്മാരിൽ വെച്ച് പ്രായം കുറഞ്ഞ ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രായം എനിക്ക് ഒന്ന് ഏകദേശം 20കളിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് തോന്നുന്നു. അതിനാൽ ആ വിഷയത്തെക്കുറിച്ച് ഷെയ്ഖിനോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ ഇത്ര ചെറുപ്പക്കാരനെയാണോ? ബാക്കിയുള്ളവർക്ക് വലിയ വയസ്സായ വലിയ പണ്ഡിതന്മാരൊക്കെയാണ്. അപ്പോൾ ഷെയ്ഖിൻ്റെ ഒരു പകരക്കാരനായിട്ട് ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരനൊരാളെ വെക്കുകയാണോ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തെ മുൻനിർത്താൻ എന്നോട് കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം സയ്യിദുനാ ശൈഖിനോട് ഫാസിൽ തന്നെ താമസമാക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അത് ആ അവസ്ഥയിൽ തന്നെ തുടർന്നു. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചപ്പെട്ടല്ലോ, ഇത് ഈ പ്രായം കുറഞ്ഞ ആളെ വെക്കണോ? അപ്പോൾ ഇത് എൻ്റെതല്ല, എന്നോടിത് പറഞ്ഞ വിശ്വാസങ്ങൾ, അതുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റൂല. അങ്ങനെ തീരുമാനം പറഞ്ഞു. പിന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് വിശ്വാസങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞല്ലോ, ഷാമിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഔലിയാക്കന്മാരും അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നു വിസമ്മതിച്ചു. അതിനാൽ അവർ അദ്ദേഹത്തെ നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ യാത്ര ഉപേക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൽപ്പിച്ചു. ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് വെറുതെ ആവശ്യപ്പെടുന്നവരെയെല്ലാം അതിനുശേഷം ഷെയ്ഖ് പറഞ്ഞയച്ചിരുന്നത് മേൽപ്പറഞ്ഞ സയ്യിദി ബൂഗാലിബിൻ്റെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ആ സമയത്തിന് ശേഷം പിന്നെ ബയ്യത്ത് ചെയ്യാൻ വരുന്ന ആൾക്കാരോടൊക്കെ സയ്യിദി ബൂഗാലിബിൻ്റെ അടുത്ത് പോകാൻ പറയും, അവരുടെ അടുത്ത് ബയ്യത്ത് ചെയ്യാൻ പറയും. ഷെയ്ഖിൻ്റെ കാലത്ത് അദ്ദേഹമല്ലാതെ മറ്റാരും മുഖദ്ദം എന്ന് വിളിക്കപ്പെടുമായിരുന്നില്ല. വക്കാനത്ത് വഫാത്തുഹു റളിയല്ലാഹു അൻഹു ഫി ആമിൽ മദ്കൂർ വതാരിഖിൽ മസ്തൂർ. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്ത്
നേരത്തെ പറഞ്ഞ ആ സമയത്താണ്. ഏതാണ്? 1230 ഹിജറ. സബീഹത്ത യോമുൽ ഹമീസ്, വ്യാഴാഴ്ച പുലർച്ചെ സുബിഹിൻ്റെ സമയത്താണ് മഹാനവറുകൾ വഫാത്താവുന്നത്. അസാബിഅ അഷറ മിന ഷവ്വാൽ, ഷവ്വാൽ 17. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ വഫാത്ത് ഷവ്വാൽ 17, പിന്നെ വ്യാഴം സുബീൻ്റെ സമയത്താണ്. ബഅദ അൻ അദ്ദ ഫരീദത്ത് സുബ്ഹ്, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ സുബീ നിസ്കരിച്ചു. അലാ ഹാലത്തിൽ കമാൽ, പരിപൂർണമായ ഒരവസ്ഥയിൽ. സുമ്മ ഇൽതജഅ, എന്നിട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ചെരിഞ്ഞു. അലാ ജൻബിഹിൽ ഐമൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു. വദഅ ബിമാഇൻ, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വെള്ളം ചോദിച്ചു. വശരിബ മിൻഹു, എന്നിട്ട് ആ വെള്ളം കുടിച്ചു. സുമ്മ ആദ, പിന്നെയും അങ്ങോട്ട് മടങ്ങി. ഇൽത്തിജാഇഹി, മഹാനവറുകളുടെ ഈ ചെരിഞ്ഞു കിടത്തത്തിലേക്ക്, അലാ ഹാലത്തിഹി, അവിടുത്തെ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അങ്ങനെ സുബീസ്കരിച്ച് ചെരിഞ്ഞു കിടക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ചു, വെള്ളം കുടിച്ചു, വീണ്ടും ആ ചെരിഞ്ഞു കിടന്നു. തലാത്ത് റൂഹുൽ കരീം, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നെ റൂഹ് പിരിഞ്ഞു. ഇൻസാത്തി, ആ ഒരു ഘട്ടത്തിൽ. വസഇദത്ത് ഇലാ മുഖറിബിൽ അഖദസ് വലാഹിഖത്ത് ബിസിർബിഹ മിൻ മഹദരിഹൽ അംഫസ്, അങ്ങനെ ഏറ്റവും ഉന്നതമായ സാന്നിധ്യങ്ങളിലേക്ക്, ഏറ്റവും മഹത്തായ സ്ഥലങ്ങളിലേക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നെ റൂഹ് പറന്നുപോയി. വഹളറ ജനാസത മുബാറകത മാ ലാ യുഖാദു യുഹ്സ, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജനാസയിൽ പിന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ആളുകൾ പങ്കെടുത്തു. മൻ ഉലമാ അൽ ഫാസിൽ ഉലമാക്കളിൽ നിന്നും, വസുലഹാഹിഹ, അവിടുത്തെ സാലിഹ്യങ്ങളായ ആളുകളിൽ നിന്നും, വഫുദലാഹിഹ, അവരിലെ മഹത്വക്കളിൽ നിന്നും, അയ്യാനിഹ, അവരിലെ പ്രധാനികളിൽ നിന്നും, ഒമറാഹിഹ, അവരുടെ രാജാക്കന്മാരും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരിൽ നിന്നൊക്കെ എല്ലാവരും പങ്കെടുത്തു. വസല്ല അലൈഹി ഇമാമൻ അല്ലാമതുഹൽ ഔഹദ് വമുഫ്തിഹൽ മാഹിർ വഹിദിയത്തുൽ അംജദ് വഫഖീഹുൻ നഹരീർ അൽ മഷ്ഹൂദ് ലഹു ബിത്തഹ്ഖീഖ് വതഹരീർ അബു അബ്ദുള്ള സയ്യിദി മുഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദുക്കാലി. അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നെ ജനാസക്ക് ഇമാമത്തായിട്ട് ജനാസ നിസ്കരിക്കുന്ന, മയ്യത്ത് നിസ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദി മുഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദുക്കാലി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവറുകൾ ആ കാലഘട്ടത്തിലെ മഗ്രിബിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അംഗീകാരവും, മഹാനവറുകൾ എത്രത്തോളം പണ്ഡിതന്മാർക്കിടയിൽ അംഗീകരിക്കപ്പെട്ട ആളായിരുന്നു എന്നതിനും കൂടി തെളിവാണിത്. കാരണം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട മാലിക്കി മദ്ഹബിൻ്റെ പണ്ഡിതനാണ് അദ്ദേഹം. നിസ്ബത്തുൻ ഇലാ ഇമാം തൂനിസി ഷഹീർ, അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരൊക്കെ പ്രശസ്തരായ ആൾക്കാരാണ്. വസ്ദഹമന്നാസു അലാ ഹംലി നശ്അതിഹി നഅശിഹി, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ പിടിക്കാനൊക്കെ ആളുകൾ ഒരുപാട് തിക്കും തിരക്കും കൂട്ടി. മുബാറക്കുൽ മൈമൂൻ, ആ പവിത്രമായ ശരീരം പിന്നെ ഉള്ള ആ മയ്യത്ത് കട്ടിൽ പിടിക്കാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടി. വകസ്സറൂഹു ബി ഇസ്രി ദഫ്നിഹി, അങ്ങനെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പിന്നെ ആ പവിത്രമായ ശരീരം മറവാടിയതിന് ശേഷം കസ്സറൂഹു, അതിനെ, ആ മയ്യത്ത് കട്ടിലിനെ അവർ പൊട്ടിച്ചു. അവ്വാദൻ സിആറൻ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇദ്ദഹറൂഹ ലിതബറുക്ക്, എന്നിട്ട് അതിൽ ഓരോരുത്തർ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തു ബർക്കത്തിന് വേണ്ടി. വിമാഹുമില ഫീഹി മിനസ്സിറിൽ മസൂൻ, ഏറ്റവും അങ്ങേയറ്റത്തെ രഹസ്യത്തിനെ വഹിച്ച ഒരു ശരീരത്തിനെ വഹിച്ച ഒരു കട്ടിലെന്ന നിലയിൽ അതിൻ്റെ ബർക്കത്തെടുക്കാൻ ആളുകൾ അതിൻ്റെ പിന്നെ കട്ടിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ബർക്കത്തിന് ആളുകൾ എടുത്തു വെച്ചു. ഇവിടെ ചെറിയൊരു സംഭവം പറയുന്നുണ്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായി 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ, അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു.
കാരണം ഇവരുടെ കുടുംബമൊക്കെ ഉള്ളത് അൾജീരിയയിലാണല്ലോ. ഇപ്പോഴും അയിനുമാദിയിലാണ് സയ്യിദ്നാ ശൈഖുൽ തങ്ങളെ പേരക്കുട്ടികളൊക്കെ ജീവിക്കുന്നത്. സയ്യിദ്നാ ശൈഖുൽ തങ്ങളുടെ മക്കാമിലൂടെയാണെങ്കിലും പേരക്കുട്ടികളും കുടുംബമൊക്കെ അയിനുമാദിയിലും അൾജീരിയയിലൊക്കെയാണ്. അപ്പം ഇവർ സയ്യിദ്നാ ശൈഖുൽ തങ്ങൾ ഇവിടെ വന്ന് താമസാക്കിയാണല്ലോ. അപ്പോൾ തിരിച്ചു പോകാൻ ഇവർക്കൊക്കെ ഒരു നാട്ടിലേക്ക് തന്നെ പോകാൻ, മക്കളും കുടുംബത്തിനൊക്കെ നാട്ടിലേക്ക് ഓരോ കുടുംബത്തിനൊപ്പം ജീവിക്കാൻ ഇതായി. അപ്പോൾ അവർ ചെയ്യുന്ന പരിപാടിയാണ് നോക്കൂ. സയ്യിദ്നാ ശൈഖുൽ തങ്ങൾ വഫാത്തായി 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു. അവൻ മേൽപ്പറഞ്ഞ ലക്ഷ്യത്തിനായി തങ്ങളുടെ പിതാവിൻ്റെ ഭൗതിക ശരീരം ഖബറിൽ നിന്ന് പുറത്തെടുക്കാൻ വരെ അവർ തയ്യാറായി. എന്ത് ചെയ്തു പറഞ്ഞാൽ അഹമ്മദ് തിജാൻ തങ്ങളുടെ ഖബർ കുഴിച്ചിട്ട് അതിൽ നിന്ന് ഖബർ ആ പവിത്രമായ ശരീരം എടുത്തു. തുടർന്ന് അവർ അത് ഒരു പെട്ടിയിലാക്കുകയും രാത്രിയുടെ മറവിൽ ആ പെട്ടി അവരുടെ പാർപ്പിടമായ ദാറുൽ മിറായ എന്ന വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. 4 മാസം കഴിഞ്ഞിട്ടാട്ടോ. മേൽപ്പറഞ്ഞ യാത്രക്കായി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഹിജറ 1231 സഫറുൽ ഹൈറിൽ 21-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ കൊണ്ടുപോയി വീട്ടിൽ വെച്ചു. 4 മാസം കഴിഞ്ഞു, ആ ശരീരത്തിനൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല വീട്ടിൽ കൊണ്ട് ഇത് രേഖപ്പെടുത്തി. ഈ സംഭവം ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ സംഭവം ഇങ്ങനെ നടന്നത് റസൂലുള്ളാഹിയുടെ സംഭവത്തിൽ റസൂലുള്ളാഹിയുടെ മഖാമിലേക്ക് എത്തിക്കാൻ വേണ്ടി ആളുകൾ കുഴിച്ചു പോയതൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ. അതുപോലെ ഇതൊക്കെ അഹമ്മദ് തിജാൻ തങ്ങളുടെ ശരീരത്തിൻ്റെ പവിത്രതയും ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ളൊരു സംഭവം കൂടിയാണെന്ന് തോന്നുന്നു. കാരണം അത് 4 മാസം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ആ ശരീരം കിട്ടല്ലേ. അത് കിട്ടിയിട്ട് ഒരു 2 ദിവസം അവിടെ വീട്ടിൽ വെച്ചു എന്നുള്ളതാണ്. വീട്ടിൽ വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. 1-2 ദിവസങ്ങൾക്ക് ശേഷമല്ലാതെ ഫാസുകാർ ഈ വിവരം അറിഞ്ഞിരുന്നുമില്ല. വിവരം അറിഞ്ഞപ്പോൾ അവർ വളരെ ഗൗരവത്തോടെ രംഗത്തിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ ജാവിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഖബറിലെ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ഉറങ്ങുന്ന ഒരാളെന്ന പോലെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. സയ്യിദ്നാ ശൈഖുൽ തങ്ങൾ അങ്ങനെ ഉറങ്ങണ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല ശരീരത്തിന്. തുടർന്ന് ഫാസുകാർ അദ്ദേഹത്തിൻ്റെ ഖബറിന് മേൽ ഉറപ്പുള്ള ഒരു നിർമ്മിതി പണിയുകയും അതിൻ്റെ വശങ്ങൾ ആയത്തിലാക്കുകയും ചെയ്തു. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. സയ്യിദ്നാ ശൈഖുൽ തങ്ങൾ വിമർശിക്കുന്നവരൊക്കെ ഇനി ഇതിനും വല്ല തെളിവൊക്കെ എന്താണ് ഇനി അവർക്ക് വേണ്ടത്? അപ്പം അങ്ങനെ സംഭവിച്ചു. ചുരുക്കത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ മലയാളം ഭാഗം വായിക്കാം. ആ ദിവസം ഒരു മഹാസംഭവമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ സമയത്ത് സന്നിഹിതരായവരെല്ലാം ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനാസ അനുഗമിക്കുന്നതിലും അത് ചുമക്കുന്നതിലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിലുമുള്ള ജനത്തിരക്കൽ വിശ്വസിക്കുന്നവരും വിമർശിക്കുന്നവരും അംഗീകരിക്കുന്നവരും നിഷേധിക്കുന്നവരും എല്ലാവരും തുല്യരായിരുന്നു. എല്ലാവരും പങ്കെടുത്തിരുന്നു. അതിനാൽ പരിശുദ്ധവും ശോഭയേറിയതും പവിത്രവുമായ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉൾക്കൊള്ളാൻ സാധിച്ച പ്രകാശപൂരിതവും ആദരണീയവുമായ ഇടങ്ങൾക്ക് മംഗളങ്ങൾ. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാമീപ്യം ലഭിച്ചവർക്കും എണ്ണാനോ ആവർത്തിക്കാനോ കഴിയാത്തത്ര മംഗളങ്ങൾ, പിന്നെയും മംഗളങ്ങൾ. ദൃശ്യലോകത്ത് അവരുടെ ഭവനം ദൂരത്താണെങ്കിലും അദ്ദേഹത്തെ ദർശിക്കാനുള്ള ഇടം വിദൂരത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിഗണനയും പ്രകാശവും അവരെ വലയം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധനായ തൻ്റെ രക്ഷിതാവിങ്കൽ അദ്ദേഹത്തിനുള്ള ഉറപ്പായ കരാറുകളുടെയും മഹത്തായ ആദരവുകളുടെയും പൊരുത്തം കൊണ്ട് ഈ ലോകത്തും ശാശ്വതമായ ലോകത്തും യാതൊരു പ്രയാസവും ഏൽക്കാത്ത വിധം അള്ളാഹു അവൻ്റെ തികഞ്ഞ ഔദാര്യം കൊണ്ട് നമ്മയും ആ മഹാനുഭാവൻ്റെ സാമീപ്യത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. സയ്യിദുനാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും. അള്ളാഹു അനുഗ്രഹിച്ച കവി ഈ വരികൾ കോർത്തിണക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെയും വിയോഗത്തെയും കുറിച്ചുള്ള ഈ ചരിത്രം വിശ്വസ്തരായ ആളുകൾക്കിടയിൽ വ്യക്തവും പ്രസിദ്ധവുമാണ്. മാത്രവുമല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കിടയിൽ ഈ കണക്ക് ഏകോപിക്കപ്പെട്ടതുമാണ്. മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ വെച്ച് ഈ രചന പൂർത്തിയാക്കാൻ നാം ഉൾപ്പെടുത്തിയവയെല്ലാം നിവേദനം കൃത്യമാവുകയും റിപ്പോർട്ട് ചെയ്യുന്നതിന് അവലംബമാക്കുകയും ചെയ്യുന്നവരിൽ നിന്നുള്ള നമ്മുടെ ആധികാരിക ഉദ്ധരണികൾപ്പെട്ടതാണ്. അതായത് സയ്യിദ്നാ ശൈഖുൽ തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതും അതിൻ്റെ സനദുള്ളതുമാണ്. അല്ലാതെ അത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഇവിടെ ഒരു കറാമത്ത് സയ്യിദ്നാ ശൈഖുൽ തങ്ങളുടെ കറാമത്ത് പറയാൻ ഒന്ന് അറബി വായിക്കാം. കറാമത്തുല്ലാഹിറ വമൻ ഖബൽ ബാഹിറ. മഹാന്മാരുടെ കറാമത്താണ്. വഖഫ്തു അലാ വറഖത്തിൻ. അതായത് ബഹുമാനപ്പെട്ട അറബി ഇബ്നു സായി തങ്ങൾ പറയാണ്, വഖഫ്തു അലാ വറഖത്തിൻ, ഞാൻ എഴുതിയതായി കണ്ടു. ബിഹല്ല് സയ്യിദിന
ബിഹത്തി സയ്യിദിന അലി റളിയല്ലാഹു സയ്യിദിന അലി ഹറാസിമി റളിയല്ലാഹു തങ്ങളെ കൈപ്പടയിൽ എഴുതിയതായിട്ട് ഞാൻ കണ്ടു. അത് ബഹുമാനപ്പെട്ട അറബി ബിൻ സാഹിദ് തങ്ങൾ കണ്ടു. മുസ്തമിലത്തൻ ആ എഴുത്തിലുണ്ട് അലാ ബാദിൽ മതാലിബിഹി സയ്യിദിന ശൈഖുല്ലാഹ് തങ്ങളുടെ ചില ദുആകൾ മിനല്ലാഹി തആല അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോട് ചില ദ്വാരുന്നതായിട്ടുള്ളത് അതിൽ കാണുന്നുണ്ട്. ഒമിൻ ജുംലത്തിഹി മാ തലബ ബിഹ ആ ദുആകളിൽ സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾ തേടിയ കാര്യങ്ങളിൽ പെട്ടതാണ് അത്ത അമീറു ദീർഘായുസ് ഹാദൽ ഖദ്റു മിനസ്സിനീൻ. എങ്ങനത്തെ ദീർഘായുസ് അറിയോ? സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾ വഫാത്തായ എത്ര വയസ്സാണോ ആ വയസ്സിൻ്റെ ദീർഘായുസ്. അതായത് അള്ളാഹു എന്നെ 80 വയസ്സ് വരെ ജീവിപ്പിക്കണമെന്ന് സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾ ദുആ ചെയ്തിരുന്നു. ആ ദുആ ചെയ്തിരുന്നത് അലി ഹറാസിമി റളിയല്ലാഹു തങ്ങളെ കയ്യെഴുത്ത് പ്രതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സയ്യിദി അറബി ബിൻ സാഹിദ് തങ്ങൾ പറയാണ്. സുബ്ഹാനല്ലാഹിൽ അലീം മാ ജല്ല കറാമത്ത് ഹാദ ശൈഖുൽ കരീം റളിയല്ലാഹു അൻഹു അല്ലാഹ്. എത്ര വലിയ കറാമത്താണ് നമ്മളെ സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തത്. വനഫാന ബി മഹബ്ബത്തി വറില്ലാ. അള്ളാഹു താല അവിടുത്തെ തൃപ്തിയിലും മഹബത്തിലായി നമ്മൾ ഒരുമിച്ച് കൊട്ടട്ടെ. അതായത് സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾ ഇനി അവിടുത്തെ മഹത്വവും അവിടുത്തെ കാര്യങ്ങളും ഇനി വിളംബരം ചെയ്യാൻ ഇനി എന്താ ബാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 80 വയസ്സ് എന്തിനാ ചോദിച്ചെന്നുള്ളതും കൂടി അതിൽ താഴെ വരുന്നുണ്ട്. ഇനി എന്താ ബാക്കിയുള്ളത് ഒരു മനുഷ്യന് സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങളുടെ മഹത്വം മനസ്സിലാവാൻ? ആ കാലഘട്ടത്തിൽ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചു. അവിടുത്തെ ആ നസബ് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ സയ്യിദ് നസബ് വിശ്വാസങ്ങൾ അതങ്ങ് പറയുകയും അത് പറയുകയും ചെയ്തു. ആ പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചു, സ്വാലിഹീങ്ങളൊക്കെ അംഗീകരിച്ചു. ആ കാലത്ത് അക്കതാബുകളടക്കം എല്ലാ ഔലിയാക്കന്മാരും മഹാനവറുകളെ പ്രകീർത്തിച്ചു, ഇജാസത്തുകളൊക്കെ നൽകി. മഹാനവറുകൾക്ക് ഉന്നതമായ അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞു. മഹാനവറുകൾ തന്നെ പിന്നീട് അത് പറഞ്ഞു. പണ്ഡിതന്മാരും സാധാരണക്കാരും പ്രമുഖരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ മഹാനവറുകളിൽ നിന്ന് ബയ്യത്ത് സ്വീകരിച്ചു. മഹാനവറുകളുടെ വാക്കുകൾ ക്രോഡീകരിച്ച് വെച്ചു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. വഫാത്താവുന്ന സമയത്തിന് ഞാൻ എത്ര വയസ്സിലാണ് വഫാത്താവുന്നതെന്ന് പോലും പറഞ്ഞു. വഫാത്താവുന്ന സുബഹി നിസ്കരിച്ച് കിടക്കണ സമയത്ത്, എന്നിട്ട് വഫാത്തായിട്ട് ശൈഖിൻ്റെ ശരീരം ഖബറിനെടുത്ത് പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ശരീരത്തിനൊന്നും പറ്റാത്തതായിട്ട് ആളുകളൊക്കെ കണ്ടു. എന്നിട്ട് തിരിച്ചവിടെ തന്നെ കൊണ്ടുവച്ചു. 4 മാസം കഴിഞ്ഞ് ഇതൊക്കെ ഇതിനേക്കാളപ്പുറത്ത് ഇനി ഒരു മനുഷ്യൻ്റെ മഹത്വം ഇത് പറഞ്ഞ ആൾ വലിയ ആളാന്ന് പറയാൻ മനസ്സിലാക്കാൻ, ഈ പറഞ്ഞൊന്നും കളവല്ല മനസ്സിലാക്കാൻ എന്താണ് ഇപ്പോൾ ഒരു കാക്ക് മഹത്തായിട്ട് കാണുന്നത്? വൻദുർ സിറ ഫി തലബി തഅമീർ ഹാദൽ മദ്ദ. ഇനി സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾ എന്തിനാവും ഇങ്ങനെ 80 വയസ്സെന്ന് ചോദിച്ചത്? 80 വയസ്സ് ജീവിക്കണമെന്ന് സയ്യിദ്നാ ശൈഖുല്ലാഹ് തങ്ങൾ എന്തിനാണ് ചോദിച്ചത്? അതിന് കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ രഹസ്യം തപ്പി ഇറങ്ങി. അത് അറബി ബിൻ സാഹിദ് തങ്ങൾ അതിൻ്റെ രഹസ്യം തപ്പി. എന്തിനായിരിക്കും 80 വയസ്സ് വരെ ജീവിക്കണം എന്ന് വിചാരിച്ചത്? ഫൈനി ലം അഖിഫ് അലാ ഷൈഇൻ മിൻ ദാലിക ഇല്ലാ മാ ദക്കറ ഇബ്നു ഹജർ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞ ഒരു കാര്യമില്ലാതെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കണ്ടിട്ടില്ല. എന്താണ്? ഫി അഹാദീസിൽ വാരിദ, ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മിൻ ഹിസാലി മുക്കഫിറത്തിൽ ദുനൂബ്, തെറ്റുകളെ പൊറപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ അമലുകൾ പറയുന്നിടത്ത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇമ്മാ അഖ്റജഹുൽ ബൈഹഖി, ബൈഹഖി കൊണ്ടുവന്ന ഹദീസാണത്. ഈ കിതാബ് ദുഹുദ് കിതാബ് ദുഹുദിൽ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് വഫീഹി ഹദീസ് ഇതാണ്: ഇദാ ബല അൽ അബ്ദുൽ മുസ്ലിം 80 സനതൻ, ഒരു മുസ്ലിമായ ഒരു അടിമ, അള്ളാഹുവിൻ്റെ അടിമ 80 വർഷം പിന്നിട്ടാൽ, 80 വർഷം എത്തിയാൽ, ഖബിറല്ലാഹു ഹസനാത്ത്, അവൻ്റെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കും. വതജാവസ അൻ സയ്യാത്തി, അതുപോലെ അള്ളാഹു അവൻ്റെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യും. അവൻ്റെ നന്മകളൊക്കെ സ്വീകരിക്കും, തെറ്റുകളൊക്കെ പുറത്തെടുക്കും 80 വയസ്സായാൽ എന്ന ഹദീസുണ്ട്. അപ്പം ഈ ഹദീസിൻ്റെ കാരണമായിരിക്കണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹുവേ നീ എന്നെ 80 വയസ്സിൽ വരെ ജീവിപ്പിക്കണേ എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അള്ളാഹു 80 വയസ്സിൽ തന്നെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വഫാത്ത് നൽകിയത്. അള്ളാഹു ആലം. ജസാക്കല്ലാഹു ഖൈർ.